പാകിസ്ഥാന്റെ അവസ്ഥ ഇപ്പോൾ എലിയെ പേടിച്ച് എല്ലം ചൂടുന്നതിന് തുല്യമാണ്. സ്വന്തം നാട്ടിലെ ഭീകരവാദികളെ ഒതുക്കാൻ കഴിയാതെ നാണക്കേട് മറയ്ക്കാൻ അഫ്ഗാനിസ്ഥാനിൽ പോയി ബോംബിട്ട പാകിസ്ഥാന് ഇപ്പോൾ താലിബാൻ നൽകാൻ പോകുന്നത് എട്ടിന്റെ പണിയാണ്. അഫ്ഗാനിൽ നിന്നുള്ള തീമഴ ഭയന്ന് കറാച്ചി ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ നഗരങ്ങൾ ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ്. ഇത്ര പേടിയാണെങ്കിൽ എന്തിനാണ് അടിക്കാൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ പിളർന്ന് പുതിയ പാർട്ടികൾ ഉണ്ടാകുന്നത് പോലെയാണ് പാകിസ്ഥാനിൽ ഭീകര സംഘടനകളുടെ കാര്യം. എല്ലാ മാസവും പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പുതിയ പുതിയ ഭീകര സംഘടനകൾ അവിടെ മുളച്ചു പൊന്തുകയാണ്. കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ പാക് അർദ്ധസൈനിക വിഭാഗമായിട്ടുള്ള സിന്ധ് റേഞ്ചേഴ്സിന്റെ ഓഫീസിൽ കടന്നുകയറി TTP ഭീകരർ 3 സൈനികരെ കൊലപ്പെടുത്തിയിരുന്നു. TTP പോലെയുള്ള ആഭ്യന്തര ഭീകരരെ നിലയ്ക്ക് നിർത്താൻ കഴിയാതെ സ്വന്തം ജനതയ്ക്ക് മുന്നിൽ മുഖം രക്ഷിക്കാനാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ പക്ടിക കുനാർ മേഖലകളിൽ ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയത്. 29 ഭീകരരെ കൊന്നു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നതെങ്കിലും സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്നും ഇതിന് ഉടൻ തന്നെ ഒരു കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് താലിബാന്റെ പ്രഖ്യാപനം. ഇവിടെയാണ് പാകിസ്ഥാൻ ശരിക്കും ഭയക്കേണ്ടത്. കാരണം പാകിസ്ഥാൻ വിചാരിക്കുന്ന പഴയ താലിബാൻ അല്ല ഇന്നുള്ളത്. വെറും 1 മാസം മുൻപാണ് റഷ്യയുമായി താലിബാൻ സുപ്രധാനമായിട്ടുള്ള ഒരു സൈനിക കരാർ ഒപ്പിട്ടത്. അതിന്റെ തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലെ ചില ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അഫ്ഗാൻ വൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. റഷ്യൻ ആയുധങ്ങളും ഡ്രോണുകളും ഒക്കെ ഇപ്പോൾ താലിബാന്റെ കൈവശമുണ്ടെന്ന് അങ്ങനെയാണ് പാകിസ്ഥാൻ ഞെട്ടലോടെ മനസ്സിലാക്കിയത്. വലിയ ആണവ ശക്തി എന്നൊക്കെ അഹങ്കരിച്ച് നടന്നിട്ടും താലിബാൻ പോലൊരു പ്രാകൃത സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് ഭേഷ വാങ്ങിക്കൂട്ടിയതിന്റെ നാണക്കേട് കൂടി അന്നുണ്ടായിരുന്നു. ആ നാണക്കേടിൽ നിന്ന് കരകയറാൻ കൂടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഒരു പ്രത്യാക്രമണം നടത്തിയത്. എന്നാൽ റഷ്യയുടെ പൂർണ്ണ പിന്തുണയുള്ള താലിബാൻ ഏത് നിമിഷവും കനത്ത വ്യോമാക്രമണം നടത്തുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം. സ്വന്തം രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യയും അഫ്ഗാനെയും പഴിചാരി ഇരവാദം മുഴക്കി നടക്കാൻ മാത്രമേ അവർക്കിപ്പോൾ കഴിയുന്നുള്ളൂ. ഡ്രോണും കുടച്ചക്രവും ഒക്കെ ആയിട്ട് ഇന്ത്യയെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അഫ്ഗാനെ അതിർത്തി കിടന്ന് ആക്രമിച്ചത്. സ്വന്തം മണ്ണിലെ ഭീകരരെയും അതിർത്തിക്ക് അപ്പുറത്തെ റഷ്യൻ പിന്തുണയുള്ള താലിബാനെയും ഒരേ സമയം നേരിടാനാകാതെ പാകിസ്ഥാൻ എന്ന രാജ്യം പൂർണ്ണമായ തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്.